മഹാലക്ഷ്മി സീരിയലിൻ്റെ പുതിയൊരു എപ്പിസോഡിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ കരുണയ്ക്കാണെങ്കിൽ വമ്പൻ തിരിച്ചടി തന്നെയാണ് കിട്ടിയിരിക്കുന്നത്. കരുണയ്ക്ക് ഇനി കുഞ്ഞുങ്ങളുണ്ടാവുമോ എന്നുള്ള കാര്യത്തിൽ ചെറിയ സംശയം പറയുകയാണ് ഡോക്ടർ. അങ്ങനെ ഒരു വർഷത്തോളമെങ്കിലും മരുന്ന് കഴിക്കണമെന്നെല്ലാം പറഞ്ഞുകൊണ്ട് ഡോക്ടറിൻ്റെ അടുത്ത് നിന്നും കരുണ വരുന്നുണ്ട്. അതേസമയം ഉണ്ണിയോടായിട്ട് കരുണയാണെങ്കിൽ വളരെ ദേഷ്യപ്പെടുന്നുണ്ട്. നിങ്ങളുടെ കൂടെ ജീവിക്കാൻ തുടങ്ങി അന്ന് മുതൽ തുടങ്ങിയതാണെങ്കിൽ എനിക്ക് വിധി, അതുകൊണ്ട് നിങ്ങളുമായിട്ടുള്ള ജീവിതം എനിക്ക് മടുത്തു, എന്നെ എൻ്റെ വീട്ടിൽ കൊണ്ടുവിട്ടേര്, ഞാൻ അവിടെ പോയി ഇരുന്നോളാം എന്നെല്ലാം പറഞ്ഞുകൊണ്ട് ഉണ്ണിയോടായിട്ട് ദേഷ്യപ്പെടുന്നുണ്ട് കരുണ. ഹോസ്പിറ്റലിൽ പോയ മോളുടെ യാതൊരു വിവരവും അറിയുന്നില്ലല്ലോ അമ്മ, ഇനി എന്ത് ചെയ്യും? അവൾ വിളിക്കാമെന്ന് പറഞ്ഞിട്ട് ഇതുവരെ വിളിച്ചില്ലല്ലോ എന്നൊക്കെ പറയുമ്പോഴേക്കും മുത്തശ്ശി പറയുന്നുണ്ട്, എന്താവോ അവൾക്ക് ഇനി എന്തെങ്കിലും പ്രശ്നമുണ്ടാവോ അടാ, എനിക്കിതൊന്നും ഓർത്തിട്ട് ഒരു സമാധാനവും ഇല്ല എന്നെല്ലാം പറയുന്ന സമയത്തേക്ക് കരുണ അങ്ങോട്ടേക്ക് വരുന്നത് കണ്ട് മുത്തശ്ശിയും പ്രതാപനും കരുണയെ നോക്കുന്നുണ്ട്. എന്നിട്ട് മുത്തശ്ശി പറയുന്നുണ്ട്, എടാ അവളുടെ വരവിൽ ചെറിയൊരു പന്തികേടുണ്ടല്ലോ എന്ന് പ്രതാപനോടായിട്ട് പറയുന്നുണ്ട്. അങ്ങനെ കലി തുള്ളിക്കൊണ്ട് തന്നെ കരുണ അവിടെ വന്ന് ചേരുകയാണ്. അപ്പോഴേക്കും പ്രതാപൻ ചോദിക്കുന്നുണ്ട്, എന്തായി മോളെ കാര്യങ്ങൾ, ഹോസ്പിറ്റലിൽ പോയിട്ട് എന്താ വിശേഷം എന്നെല്ലാം ചോദിക്കുമ്പോഴേക്കും കരുണ പറയുന്നുണ്ട്, ഇനി എന്ത് വിശേഷം ഉണ്ടാകാൻ, ഇനി എനിക്കൊരിക്കലും അമ്മയാൻ കഴിയില്ല എന്ന് വളരെ ദേഷ്യപ്പെട്ടുകൊണ്ട് തന്നെ കരുണ പറയുന്നത് കേൾക്കുമ്പോഴേക്കും ഉണ്ണി പറയുന്നുണ്ട്, ഒരിക്കലും ഉണ്ടാവില്ല എന്നൊന്നും ഡോക്ടർ പറഞ്ഞിട്ടില്ല, കുറച്ച് നാൾ മരുന്ന് കഴിക്കണമെന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ, അതിനുശേഷം ഉണ്ടായിക്കോളുമെന്നെല്ലാം പറയുന്നുണ്ട് ഉണ്ണി. ഇത് കേട്ട് ചെറിയൊരു ആശ്വാസത്തിലാകുന്നുണ്ട് പ്രതാപനും മുത്തശ്ശിയും. പക്ഷേ കരുണയുടെ ദേഷ്യം ഒട്ടും സഹിക്കാൻ പറ്റാതെ കരുണയാണെങ്കിൽ സമനില തെറ്റിക്കൊണ്ട് തന്നെ അവിടെ കിടന്ന് തുള്ളുകയാണ്. പിന്നീട് കരുണ പറയുന്നുണ്ട്, ഞാൻ ഇനി ആ വീട്ടിലോട്ട് പോകുന്നില്ല, ഇയാളുടെ കൂടെ എന്ന് ഞാൻ ജീവിക്കാൻ തുടങ്ങിയോ അന്ന് തുടങ്ങിയ ദുരന്തമാണ് എനിക്കെന്നെല്ലാം പറയുമ്പോഴേക്കും ഉണ്ണി പറയുന്നുണ്ട്, അതിന് ഞാൻ എന്ത് ചെയ്തു? ഞാനല്ലല്ല കുറ്റക്കാരി, നീയല്ലേ കുറ്റക്കാരി, നിങ്ങളെല്ലാവരും കൂടെയല്ലേ എൻ്റെ കുഞ്ഞിനെ നഷ്ടപ്പെടുത്തി കളഞ്ഞത്, എന്നിട്ട് ഇപ്പോൾ ഞാനായോ ഇതിൻ്റെ എല്ലാം കാരണക്കാരനെന്നെല്ലാം പറഞ്ഞുകൊണ്ട് ഉണ്ണിയും ആകെ ദേഷ്യപ്പെടുന്നുണ്ട്. ഇനി നിങ്ങളെല്ലാവരും കൂടി എന്താണെന്ന് വെച്ചാൽ തീരുമാനിച്ചോ എന്ന് പറഞ്ഞുകൊണ്ട് വളരെ ദേഷ്യപ്പെട്ടുകൊണ്ട് തന്നെ ഉണ്ണി അവിടെ നിന്നും പോകുന്നു. അപ്പോഴേക്കും പ്രതാപനാണെങ്കിൽ ഉണ്ണി പോകുന്നത് കണ്ട് ആകെ ഒരു വല്ലായ്മയാകുന്നുണ്ട്. കാരണം ഇനി കരുണ മോളെ ഉപേക്ഷിച്ച് ഉണ്ണി പോകുമോ എന്നുള്ള ഒരു പേടിയാണ് പ്രതാപന്. പിന്നീട് കരുണയാണെങ്കിൽ പ്രതാപനോടായിട്ടും മുത്തശ്ശിയോടായിട്ടും പറയുന്നുണ്ട്, നിങ്ങളൊന്നും എന്നോട് ഇനി മിണ്ടണ്ട, നിങ്ങളെല്ലാം ഇതിനെല്ലാം കാരണക്കാരിയാണ്, അവളെ അങ്ങോട്ട് കല്യാണം കഴിച്ച് അയച്ചത് കൊണ്ട് മാത്രമല്ലേ എനിക്ക് ഈ ദുർവിധി വന്നതെന്നെല്ലാം പറഞ്ഞുകൊണ്ട് കരുണ ദേഷ്യപ്പെട്ടുകൊണ്ട് തന്നെ അവിടെ നിന്ന് പോകുന്നു. പിന്നീട് അനന്തവും കണ്ണനും ലേഖയും മഹിയും എല്ലാം കൂടെ മൂന്നാറിലെത്തുന്നുണ്ട്. അങ്ങനെ അവർ വളരെ സന്തോഷത്തോടു കൂടി തന്നെ യാത്ര തിരിക്കുകയാണ് മൂന്നാറിലോട്ട്. അങ്ങനെ മൂന്നാറിലെത്തുന്ന കണ്ണനെയും മഹാലക്ഷ്മിയും സ്വീകരിക്കാനായിട്ട് അവിടെ റിസപ്ഷനിസ്റ്റ് ഒരുങ്ങി നിൽക്കുകയായിരുന്നു. അങ്ങനെ അവർ എല്ലാവരും കൂടി അവിടെ നിന്നും വണ്ടിയിൽ നിന്നും ഇറങ്ങി റൂമിലോട്ട് പോകാനായിട്ട് അകത്തോട്ട് ചെല്ലുന്നുണ്ട്. അങ്ങനെ അനന്തുവാണെങ്കിൽ ബുക്ക് ചെയ്തിട്ടുള്ള ഹോട്ടലിലോട്ട് തന്നെയാണ് ഇവരെത്തുന്നത്. അങ്ങനെ ഇവർ വളരെ സന്തോഷത്തോടു കൂടി തന്നെ എല്ലാവരും റൂമിലോട്ട് പോകാനായിട്ട് അവിടെ എത്തുമ്പോഴേക്കും കണ്ണനാണെങ്കിൽ സ്പെഷ്യൽ റൂം തന്നെയാണ് നമ്മുടെ അനന്തു ബുക്ക് ചെയ്തിരിക്കുന്നത്. കാരണം ഇവരുടെ ജീവിതം ഇവിടെ നിന്ന് വേണം തുടങ്ങാനെന്നുള്ള സന്തോഷത്തോടു കൂടി തന്നെയാണ് അങ്ങനെ അനന്തു ചെയ്തിരിക്കുന്നത്. പിന്നീട് കണ്ണനും മഹാലക്ഷ്മിക്കുമായിട്ടുള്ള റൂമാണ് ആദ്യം തന്നെ അനന്ത് കൊണ്ട് കാണിക്കുന്നത്. എന്നിട്ട് പറയുന്നു, നിങ്ങളുടെ ആദ്യ രാത്രി ഈ റൂമിൽ വെച്ച് വേണം നടക്കാൻ, അതുകൊണ്ട് തന്നെയാണ് സ്പെഷ്യലായിട്ട് നിങ്ങൾക്ക് ഈ റൂം എടുത്തിരിക്കുന്നത്, അതിൻ്റെ വ്യൂ തന്നെ നീ നോക്കിക്കേ, എന്ത് നന്നായിരിക്കുന്നു എന്നെല്ലാം പറഞ്ഞുകൊണ്ട് അനന്തുവാണെങ്കിൽ കണ്ണനോടായിട്ട് കുശലം പറയുന്നത് കേൾക്കുമ്പോഴേക്കും മഹാലക്ഷ്മിക്കാണെങ്കിൽ ആകെ നാണം വരുന്നുണ്ട്. അങ്ങനെ മഹാലക്ഷ്മിയോടായിട്ടും കണ്ണനോടായിട്ടും അനന്തുവിലേക്കും പറയുന്നുണ്ട്, നിങ്ങളുടെ ജീവിതം ഇവിടെ നിന്ന് വേണം ഇനി തുടങ്ങാൻ, നിങ്ങളെല്ലാ അർത്ഥത്തിലും ഒന്നാകുന്ന ഒരു രാത്രിയാണ് ഇന്ന് എന്നെല്ലാം പറഞ്ഞുകൊണ്ട് അവരെ ആശംസകൾ നേർന്നുകൊണ്ട് ആ റൂമിൽ അവരെ ആക്കിയിട്ട് പോവുകയാണ്. പിന്നീട് അനന്തവും ലേഖയും പോകുന്നത് കണ്ണനും മഹിയും അങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ്. അവർ പോയതിന് ശേഷം അവരുടെ സന്തോഷ നിമിഷങ്ങൾ പങ്കിടുകയാണ് കണ്ണനും മഹിയും. എന്നിട്ട് കണ്ണൻ പറയുന്നുണ്ട്, താനാണെങ്കിൽ വേഗം പോയി കുളിച്ച് റെഡിയായിട്ട് വാ, നമുക്ക് ഈ മൂന്നാറൊക്കെ ഒന്ന് ചുറ്റി കറങ്ങാമെന്ന് പറഞ്ഞുകൊണ്ട് അവർ രണ്ടുപേരും സന്തോഷത്തോടു കൂടി തന്നെ അവിടെ നിന്നും പോകാൻ ഒരുങ്ങുകയാണ്. പിന്നീട് കണ്ണനാണ് ഈ മഹിയോടായിട്ട് പറയുന്നുണ്ട്, എനിക്ക് ഇത് വിശ്വസിക്കാൻ പറ്റുന്നില്ല മഹി, തൻ്റെ കൂടെയുള്ള ജീവിതം എനിക്ക് അത്രമേൽ സന്തോഷം തരുന്നതാണെന്നും തന്നെ എനിക്ക് കിട്ടിയത് എൻ്റെ മഹാഭാഗ്യമാണെന്നും പറഞ്ഞുകൊണ്ട് മഹിയെ കെട്ടിപ്പിടിക്കുന്നുണ്ട് കണ്ണൻ. പക്ഷേ അവരുടെ സന്തോഷം തല്ലിക്കെടുത്താനായിട്ട് അങ്ങോട്ട് മേഘനാഥൻ വരുന്നുണ്ട്. മേഘനാഥനാണെങ്കിൽ മാർക്കോനെ പേടിച്ച് വരുന്നത് ആ മൂന്നാറിൽ ഇവരെടുത്ത അതേ റിസോർട്ടിൽ തന്നെയാണ്. അത് ഇവരിവിടെ ഉണ്ടെന്നുള്ള കാര്യം അറിയാതെയാണ് മേഘനാഥനാണെങ്കിൽ ഇവിടെ എത്തുന്നതും. അങ്ങനെ മേഘനാഥൻ അവിടെ തന്നെ റൂം എടുക്കാൻ തയ്യാറാകുകയാണ്.
ഇവിടെ ആ മാർക്കോ എന്നെ ശല്യപ്പെടുത്താനായിട്ട് വരില്ല എന്ന് മേഘനാഥൻ ഉറച്ചു വിശ്വസിക്കുന്നു. കാരണം ഞാൻ ഇങ്ങോട്ടാണ് വന്നിരിക്കുന്നതെന്ന് വീട്ടിലുള്ളവരോട് ആരോടും ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ. അതുകൊണ്ട് ഒരിക്കലും എന്നെ അവൻ ഇവിടെ വെച്ച് കണ്ടുമുട്ടാൻ സാധ്യതയില്ല എന്നുള്ള ഒരു സന്തോഷത്തോടു കൂടി തന്നെ മേഘനാഥൻ അവിടെ എത്തുന്നുണ്ട്. എന്നിട്ട് മേഘനാഥനാണെങ്കിൽ അവിടുത്തെ റിസപ്ഷനിസ്റ്റിനോട് പറയുന്നുണ്ട്, മേഘനാഥൻ എന്നുള്ള ഒരാളെ ഇവിടെ താമസിക്കുന്നുണ്ടെന്ന് ആര് വന്ന് ചോദിച്ചാലും പറയരുത് എന്ന് പറഞ്ഞ് എല്ലാ കാര്യങ്ങളും പറഞ്ഞ് ഏൽപ്പിക്കുന്നുണ്ട് അവരോട്. പിന്നീട് റൂമിൽ വന്ന് ആകെ ഒന്ന് ഫ്രഷായിട്ട് കിടന്നുറങ്ങാമെന്നുള്ള ഒറ്റ തീരുമാനത്തിൽ തന്നെയാണ് മേഘനാഥനാണെങ്കിൽ റൂം എടുത്തിരിക്കുന്നത്. അങ്ങനെ മാർക്കോനെ പേടിച്ച് മേഘനാഥൻ ഇവിടെ വന്നിരിക്കുന്നത് തനിക്കൊന്ന് നന്നായിട്ട് കിടന്നുറങ്ങണം. ഇത്രയും കാലം ഉറക്കം എന്താണെന്നറിയാതെ മേഘനാഥനാണെങ്കിൽ ആകെ വിഷമിച്ചിരിക്കുകയായിരുന്നു. മാർക്കോ തന്നെ എപ്പോൾ കൊല്ലുമെന്നുള്ള ഒറ്റ ഭയത്തോടു കൂടി തന്നെയാണ് മേഘനാഥൻ ഇത്രയും നാൾ ജീവിച്ചിരുന്നത്. ഇനി ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ അവൻ്റെ ശല്യം ഉണ്ടാവില്ലല്ലോ എന്ന് ഓർത്ത് മാത്രമാണ് മേഘനാഥൻ ഇങ്ങോട്ട് വന്നിരിക്കുന്നത്. അങ്ങനെ അവിടെ വെച്ച് യാദൃച്ഛികമായി ലേഖയെയും അനന്തുവിനെയും കണ്ടുമുട്ടുകയാണ് നമ്മുടെ മേഘനാഥൻ. പക്ഷേ ലേഖയും അനന്തും മേഘനാഥനെ കാണുന്നില്ല. അപ്പോഴേക്കും മനസ്സിലാകുന്നുണ്ട് കണ്ണനും മഹിയും എല്ലാവരും ഇങ്ങോട്ടാണ് വന്നിരിക്കുന്നതെന്നുള്ള കാര്യം മേഘനാഥൻ അവിടെ വെച്ച് തന്നെ അറിയുകയാണ്. പിന്നീട് തേടിയ വള്ളി കാലിൽ ചുറ്റി എന്നുള്ള ഭാവത്തിന് മേഘനാഥനാണെങ്കിൽ അവരെ കൊല്ലാനുള്ള പ്ലാനിങ്ങിലാണ് ഇനി അടുത്തത്. അങ്ങനെ വളരെ ത്രില്ലിംഗ് ആയിട്ടുള്ള ഒരു എപ്പിസോഡുകളാണ് ഇനി വരാനിരിക്കുന്നത്. പുതിയൊരു എപ്പിസോഡിനായിട്ട് നമുക്ക് കാത്തിരിക്കാം.